പ്ലസ് വൺ എക്സാമിന് 20 മാർക്ക് നഷ്ടപ്പെട്ട കുട്ടിക്ക് പോലും A++2 വന്നപ്പോ A+. അതായത് അതി 120 മാർക്ക് ആണെങ്കിൽ പോലും ബി ഗ്രേഡിലേക്ക് മാത്രമാണ് നിങ്ങൾ എത്തിയത് മക്കളെ. A+ലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിന്റെ മാർക്ക്. അതെ. ഡിയർ വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. സോ എത്ര മാർക്ക് കിട്ടിയാൽ A+ലേക്ക് എത്താം? അല്ലെങ്കിൽ +1 മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. +1 മാർക്ക് കുറവാണ്, ഇനി +2ലേക്ക് എനിക്ക് A+ലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള തോട്ടത്തിന്റെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ഈ വീഡിയോ മുഴുവൻ കാണുന്ന കുട്ടിക്ക് മനസ്സിലാവും. +2 പഠിച്ചാൽ അതായത് +1 B+ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് A+ലേക്ക് എത്താനുള്ള വലിയ സാധ്യതയാണ് +2 ഉള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാണ്. അത് +1 ഒരു 60-ൽ 40 മേടിച്ച ഒരു കുട്ടീനെ പറ്റി, 60-ൽ 40 എന്ന് പറയുമ്പോ ആ ഒരു കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, A+ പ്രതീക്ഷിക്കുകയില്ല. +2ൽ എനിക്ക് A+ കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതി ഉഴപ്പാൻ സാധ്യതയുണ്ട്. പക്ഷെ മക്കളെ, നിങ്ങൾക്ക് പോലും അതായത് 40 to 40 മുകളിലുള്ള ആർക്കും ഇനിയും +2ൽ A+ നേടാനുള്ള സാധ്യതയുണ്ട്. ഒന്നൊന്ന് ശ്രമിച്ചാൽ A+ലേക്ക് എത്താം. ആ A+ലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ നോക്കാം. അപ്പൊ 60-ൽ 40 നിങ്ങൾക്ക് C മാർക്ക് 20 കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ മൊത്തം 80-ൽ നിങ്ങൾക്ക് 60 മാർക്ക് ആയിരിക്കും +1ൽ കിട്ടിയിരിക്കുക അല്ലെ. അപ്പൊ +1ൽ നിങ്ങളുടെ കയ്യില് 80-ൽ 60 മാർക്ക് ഉണ്ട്. സി മാർക്കിൽ പോവാറൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് 20 മാർക്കിന് സി മാർക്ക് കിട്ടാറുണ്ട്. അപ്പൊ 20 മാർക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അയ്യോ എനിക്ക് A+ കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. +2ൽ 60 മാർക്കാണ് നിങ്ങൾക്ക് തിയറിക്ക് വരിക അല്ലെ. തിയറിക്ക് 60 മാർക്ക്. അതേപോലെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളുണ്ട്. കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. അവർക്ക് പ്രാക്ടിക്കലിന് 40 മാർക്ക് ആൻഡ് അത് കൂടാതെ സി മാർക്കായിട്ട് 20. അപ്പൊ ഇതിന് നിങ്ങൾ കംപ്ലീറ്റ് മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് +2ൽ 120 മാർക്കാണ് ടോട്ടൽ കിട്ടാൻ പോവുക. 120-ൽ 120 വാങ്ങാനുള്ള വലിയൊരു ടാസ്ക് ഒന്നല്ലേ. +2ൽ 120 വാങ്ങാന്നാണ് നിങ്ങൾ വിചാരിച്ചുള്ള ടാസ്ക്. അതായത് ഇത് രണ്ടും ഓക്കെയാണ്. 40-20 ഈസി ആയിട്ട് കിട്ടും. പ്രാക്ടിക്കലിന് ഫുൾ മാർക്കാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും. കുറച്ച് നന്നായിട്ട് റെക്കോർഡ് എഴുതുകയും വൃത്തിയായിട്ട് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ ഈസി ആയിട്ട് 40, 20, 60 മാർക്ക്. ഇത് 60 മാർക്ക് ഒരു 90% ഓൾമോസ്റ്റ് കുട്ടികൾക്കും ഷുവർ ആണ്. പിന്നുള്ള തിയറിയുടെ 60 മാർക്കാണ് വളരെ ടഫ് ആയിട്ട് വരുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ ഫുൾ സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ. ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാൻ പറ്റുള്ളൂ. അപ്പൊ RT നോക്കുകയാണെങ്കിൽ അപ്പൊ +2ൽ 120 കിട്ടുന്ന ഒരു കുട്ടിക്ക് +1ൽ 60 മാർക്ക് ആണെങ്കിൽ പോലും 120 + 60 എത്രയായി? 180 ആയി. അപ്പൊ 200-ൽ 180 പ്ലസ് എന്ന് പറയുന്നത് A+ ആണ്. അപ്പൊ 40 കിട്ടിയ കുട്ടീന്റെ കാര്യം, അതായത് 20 മാർക്ക് +1 നഷ്ടപ്പെട്ട കുട്ടീന്റെ കേസാണിത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവൻ നഷ്ടപ്പെട്ടു എല്ലാ കാര്യം. ഞങ്ങൾക്ക് എനിക്ക് കിട്ടൂല എന്ന് വിചാരിക്കരുത്. ഇനി 41 കിട്ടിയ കുട്ടിക്കാണ് ഇവിടെ 59 ആയി പോയാൽ പോലും കുഴപ്പമില്ല. 42 ആയ കുട്ടിക്ക് 60-ൽ 58 ആയാലും കുഴപ്പമില്ല. 45 കിട്ടിയ കുട്ടിയാണെങ്കിൽ പോലും എന്താ പ്രശ്നം? 60-ൽ 55 മാർക്ക് മതി. 55 ഈസിയാണ്. 55 പോസിബിൾ ഒക്കെയാണ്. നോർമലി 60 കുറച്ച് ടഫ് ആണ് അല്ലെ. 55 കുട്ടിയെ കമ്പാരിറ്റീവ്ലി എന്താ പോസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, പ്രശ്നമൊന്നുമില്ല. 60-ൽ 60 ടഫാണ്. എന്നാൽ പോലും ഇനി ഒരിക്കലും A+ കിട്ടില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കരുത് മക്കളെ. സ്റ്റിൽ നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട്. വലിയ അവസരമാണ് +2കാരെ സംബന്ധിച്ച്. പ്രാക്ടിക്കൽ 120 പറഞ്ഞാൽ 60 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് മക്കൾ ഓർമ്മിക്കണം. 60 ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. 60 വാങ്ങുന്നുണ്ട്. ഈ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോഴേ നിങ്ങൾക്ക് +2കാർക്ക് സെറ്റ് ആക്കി തരും. ഇപ്പൊ +2കാർ ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയുടെ ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട്. കെമിസ്ട്രി ഫിസിക്സും ബയോളജിക്കും ഓരോ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. ദെൻ 180 to 200-ൽ 180 പ്ലസ് എന്ന് പറയുന്നത് A+ ആണ്. 160 പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡ് ആയിരിക്കും. 140 പ്ലസ് B+ ആയിരിക്കും. 120 എന്ന് പറയുന്നത് B ഗ്രേഡ്. 120 മുതൽ B ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോ എത്ര മാർക്ക് ആണെന്നുള്ളത് എയിം ചെയ്ത് പഠിക്കുക. +2കാരെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ ഒരു ഉപകാരമാണ്. പ്രാക്ടിക്കൽ നല്ല മാർക്ക്, പ്രാക്ടിക്കൽ നല്ലൊരു 40 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയൊരു ബേർഡൻ സാധ്യതയാണ്. A+ന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ വളരെ നന്നായിട്ട് പഠിക്കുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.